നമുക്കിന്നൊരു നല്ല ടേസ്റ്റുള്ള കോട്ടയം നമ്മുടെ അച്ചായൻ്റെ സ്റ്റൈല് പോർക്ക് കറി ഉണ്ടാക്കി നോക്കിയാലോ. അതിന് വേണ്ടത് 1.5 കിലോ പോർക്ക് നല്ല വൃത്തിയായിട്ട് കഴുകി ഞുറുക്കി വെള്ളം ഊറി എടുത്തത്. 1.5 കിലോ നല്ല ഒന്നാന്തരം പോർക്ക, നല്ല നെയ്യും ഇറച്ചിയും എല്ലാം ഉണ്ട്. ഇതിന് വേണ്ടത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അരമുറി തേങ്ങയുടെ പകുതി ചിരവിയത് ചെറിയൊരു ബൗള്, കടുക് 1 ടേബിൾ സ്പൂൺ, ഒരു 6 ചെറിയ ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 6 വെളുത്തുള്ളി നടുവേ പിളർന്നത്, പെരിഞ്ജീരകം 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടിച്ചത് 1.5 ടേബിൾ സ്പൂൺ, മീറ്റ് മസാല 2 ടേബിൾ സ്പൂൺ, 250 ഗ്രാം ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് ചെറിയൊരു ബൗള് അരിഞ്ഞെടുക്കണം. അത് ടേസ്റ്റിന് വേണ്ടിയാണ്. വെളുത്തുള്ളി ഒരു 15 വെളുത്തുള്ളി നടുവേ പിളർന്നത്, ഒരു ചെറിയ 2 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഈ സൈസ് ചെറിയ ബൗള്. പിന്നെ 200 ഗ്രാം വെളിച്ചെണ്ണ, ഒരു 5-6 ഇതൾ കരിവേപ്പില. ഇത്രയാണ് നമ്മുടെ അച്ചായൻ്റെ പോർക്ക് കറിക്ക് വേണ്ടത്. അച്ചായൻ ആദ്യം ചെയ്യാൻ പോകുന്നത് പോർക്ക് തിരുമ്മി വെക്കാൻ പോവാം. പോർക്ക് തിരുമ്മി വെക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് അച്ചായനിപ്പം പോർക്ക് തിരുമ്മി വെക്കും. ഇത് കണ്ടോ, ഈ തേങ്ങ, അതുപോലെ തന്നെ ഈ ചെറിയ ഉള്ളി അരിഞ്ഞത്, അതുപോലെ തന്നെ ഈ വെളുത്തുള്ളി, അതുപോലെ തന്നെ ഈ പെരിഞ്ജീരകം, അതുപോലെ തന്നെ ഒരു തണ്ട് കരിവേപ്പിലയും കൂടെ കൂട്ടി അച്ചായൻ വറുത്ത് അരച്ചെടുക്കും. ആദ്യം നമുക്ക് ഇത് തിരുമ്മി വെച്ചാലോ. പോർക്ക് തിരുമ്മി വെക്കാം. പോർക്ക് തിരുമ്മി വെക്കുന്നതിന് വേണ്ടി പാത്രത്തിലോട്ട് മാറ്റുന്നു. പോർക്ക് തിരുമ്മി വെക്കുന്നതിന് വേണ്ടി പാത്രത്തിലോട്ട് മാറ്റുന്നു. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നു. നമ്മുടെ പോർക്ക് തിരുമ്മി വെക്കാനാണ്. ഓക്കെ. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നു. വേഗം ഇട് ഉപ്പ്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് അച്ചാൻ ഈ പോർക്ക് തിരുമ്മി വെക്കാൻ പോവുകയാണ്. നന്നായിട്ട് ഇളക്കി ഒരു 15 മിനിറ്റത്തേക്ക് തിരുമ്മി വെക്കാൻ പോവുകയാണ്. അത് ഈ തിരുമ്മി വെച്ച് കഴിയുമ്പോൾ നമുക്ക് തേങ്ങ വറുത്ത് അതിൻ്റെ കൂടത്തിലിടേണ്ട സാധനങ്ങളും കൂടെ വറുത്ത് നമുക്ക് പൊടിച്ചെടുക്കാം. അതായത് നല്ല പോർക്ക് വറുത്തരച്ച കറിയാണ് നമ്മുടെ അച്ചാൻ വെക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി മൂടി വെക്കും. നന്നായിട്ട് അച്ചാൻ മിക്സ് ചെയ്ത് ഇനി മൂടി വെക്കുന്നു. തേങ്ങ വറുത്തരയ്ക്കുന്നതിനായി ആദ്യം പാൻ അടുപ്പയിലോട്ട് വെച്ച് പാൻ ചൂടായി വരുന്നു. പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നു. പെരിഞ്ജീരകമാണ് ആദ്യം ഇട്ട് ചൂടാക്കേണ്ടത്. പാൻ ചൂടായി വരുന്നുണ്ട്. പെരിഞ്ജീരകം ആദ്യം നന്നായിട്ട് മൂത്തെടുക്കണം, ചൂടാക്കി എടുക്കണം. ഓക്കെ, പെരിഞ്ജീരകം ഇട്ട് ഇനി അതിലോട്ട് നമ്മുടെ തേങ്ങ ഇടുന്നു. 1 മുറിയുടെ പകുതി, 1/4 മുറി ചിരണ്ടിയിട്ടിടുന്നു. ചെറിയ പകുതി. ഇത് തേങ്ങ മൂപ്പിച്ച് വറുത്ത് അരച്ചെടുക്കും. 6 ചെറിയ ഉള്ളി അരിഞ്ഞതിടുന്നു. ഓക്കെ. 4 വെളുത്തുള്ളി നടുവേ പിളർന്നത് ഇടുന്നു. ഇനി ഒരു തണ്ട് കരിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മൂപ്പിക്കും. നന്നായിട്ട് ഇളക്കി മൂത്ത് കഴിയുമ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. മിക്സിക്കകത്ത് നല്ല വെണ്ണ പോലെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് മൂത്ത് വരും. മൂത്ത് കഴിയുമ്പോൾ ചൂടോടുകൂടി തന്നെ നന്നായിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. നല്ല കറിക്ക് ടേസ്റ്റ് ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് മൂത്തരയ്ക്കുന്നത്. പന്നിക്കറി അച്ചാൻ സ്റ്റൈൽ വെച്ച് കഴിഞ്ഞാണല്ലോ നല്ല ടേസ്റ്റായിരിക്കും. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തേങ്ങയുടെ നിറം മാറുന്നോണം വരെ ഇളക്കി കൊടുക്കണം. കരിഞ്ഞു പോകാതെ പ്രത്യേകം സൂക്ഷിക്കണം കേട്ടോ. നോൺ സ്റ്റിക്ക് പാനിനകത്ത് വെച്ച് വേണം ഇതൊക്കെ ചെയ്യാൻ. എങ്കിൽ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു.
അച്ചായൻ പറഞ്ഞ് അധികം കളറ് മാറേണ്ട കാര്യമില്ല, അതിനു മുമ്പ് തന്നെ അച്ചായൻ ഇതെല്ലാം എടുത്ത് അരയ്ക്കുമെന്ന് പറഞ്ഞ്. അപ്പോൾ അച്ചായൻ്റെ ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അധികം കളറ് മാറണമെന്ന് അച്ചായൻ പറഞ്ഞ്, അതിൻ്റെ ടേസ്റ്റ് പോകും. അച്ചായൻ്റെ ഭാഗം ഞാൻ കാണിച്ചു തരാം എപ്പോഴാണ് ഓഫ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അച്ചായൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇത്രയും കളർ മതി, ഇത്രയും മൂത്താൽ മതി, കളർ ഭയങ്കരമായിട്ട് മാറണ്ട. ഈ ഒരു കളർ ടെക്സ്ചർ കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ഇത്രയും മതി. ഇനി അച്ചായൻ ഇതെടുത്ത് നല്ല വെണ്ണ പോലെ അരയ്ക്കാൻ പോവാണ്. ഓക്കെ, ഇത് തണുത്ത് കഴിഞ്ഞേ ഉള്ളൂ അച്ചാൻ അരയ്ക്കുള്ളൂ, ചൂടോടെ അരയ്ക്കാൻ പറ്റത്തില്ലല്ലോ. തണുത്ത് കഴിഞ്ഞ ശേഷം അച്ചാൻ നല്ല വെണ്ണ പോലെ ഇത് അരയ്ക്കും. അച്ചാനിപ്പം തീ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കുവാണ്. ഇറച്ചി വേവിക്കുന്നതിന് വേണ്ടി ചീൻചട്ടി, കുഴുവുള്ള ചീൻചട്ടി അടുപ്പയിലോട്ട് വെച്ച് ചീൻചട്ടി ചൂടായി വരുന്നു. അതിലോട്ട് നമ്മുടെ തിരുമ്മി വെച്ചിരിക്കുന്ന പോർക്ക് ഇട്ട് കൊടുക്കുന്നു. എണ്ണയൊന്നും നമ്മൾ ഒഴിക്കുന്നില്ല, നേരിട്ട് ചീൻചട്ടിയിലോട്ട് തിരുമ്മി വെച്ചിരിക്കുന്ന പോർക്ക് ഇട്ട് കൊടുക്കുകയാണ്. പോർക്ക് ചീൻചട്ടിയിലോട്ട് ഇട്ടു. ഇനി ഒരു ചെറിയ കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നു. ചെറിയ കപ്പ് വെള്ളം. അച്ചാൻ സ്റ്റൈലാണ്, അച്ചാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് അച്ചാൻ ഇപ്പം വെള്ളം ഒഴിച്ചത്. പോർക്ക് ഇളക്കി കൊടുക്കുന്നു. അച്ചാൻ ഒരു ചെറിയ കപ്പ് വെള്ളം ഒഴിച്ച്, അത് നന്നായിട്ട് വേകാൻ വേണ്ടിയാണ്. നന്നായിട്ട് പോർക്ക് വേകണം, ഇതിനകത്തിരുന്ന് പോർക്ക് വേകണം. ഇപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇനി കുറച്ച് നേരം ഇരുന്ന് വേകട്ടെ, മൂടി വെച്ചേര്. ഇതേ തുറന്ന് ഒന്ന് ഇളക്കാൻ പോവാണ്. ഈ പോർക്ക് 3/4 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ എടുക്കും ഇതൊന്ന് വേകാൻ. ശേഷം നന്നായിട്ട് വേവിക്കണം. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ട് എല്ലാം പോകാൻ വേണ്ടി നന്നായിട്ട് എന്തായാലും ആരോഗ്യത്തിന് നന്നായിട്ട് വേവിക്കണം. 3/4 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഇതിനകത്ത് വേകണം. ഇത് ശരിക്കും വെന്ത് കഴിയുമ്പം ഇവൻ്റെ നെയ്യ് അങ്ങോട്ട് ഇറങ്ങും. എന്നിട്ട് ആ നെയ്യ് ഊറ്റിക്കളഞ്ഞിട്ടാണ് അച്ചാൻ നല്ലതായിട്ട് കറി ഉണ്ടാക്കുന്നത്. ഇളക്കി കൊടുത്ത് ഇനി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി മൂടി വെക്കും. വെന്ത് കഴിയുമ്പോൾ നന്നായിട്ട് നെയ്യ് ഇറങ്ങും. നെയ്യ് ഇറങ്ങിക്കഴിഞ്ഞ് നെയ്യ് ഊറ്റിക്കളഞ്ഞിട്ടാണ് നമ്മൾ വറുത്തരച്ച് കറി വെക്കുന്നത്. അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുന്നു. നന്നായിട്ടിരുന്ന് വേകട്ടെ. ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ വേണമല്ലോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തേക്കണം. ഒക്കെ നന്നായിട്ട് പോർക്ക് വെന്തിട്ട് അതിൻ്റെ നെയ്യ് ഊറ്റി കളഞ്ഞിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വറുത്തരച്ച് നല്ലതായിട്ട് കറി വെക്കുന്നു. നന്നായിട്ട് പോർക്ക് വേകട്ടെ. ഏകദേശം 45 മിനിറ്റായി. ഏകദേശം വെന്ത് വരുന്നു. ഇനി അച്ചായൻ വെന്ത ശേഷം നന്നായിട്ട് വെന്ത് വരുന്നു. ഇപ്പോൾ നന്നായിട്ട് നെയ്യ് ഉരുകിയിട്ടുണ്ട്. നെയ്യ് ഉരുകിയത് എടുത്ത് മാറ്റും. ഇപ്പോൾ നന്നായിട്ട് വെന്ത് 45 മിനിറ്റ് കഴിഞ്ഞ് അച്ചായൻ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞു. പോർക്കിറച്ചിയുടെ ചേർത്ത് മാറ്റുവാണ്. കണ്ടോ, ഈ ചീൻചട്ടിയിൽ നിന്ന് ഇങ്ങനെ കുഴുവുള്ള പാത്രത്തിന് അച്ചാൻ ഇങ്ങനെ എടുക്കുവാണ്. നെയ്യ് അവിടെ ഇട്ടിട്ട് ഇറച്ചി മാത്രം നെയ്യും അങ്ങോട്ട് ഊറ്റിക്കളഞ്ഞിട്ട് വേറൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റുവാണ്. ഇത്രയും നെയ്യ് ശരിക്ക് ഉരുകി വന്നതാണ്. ഇപ്പോൾ ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയാണ് വറുത്തരച്ച് അരപ്പ് മൂപ്പിച്ച് വെക്കുന്നത്. അത് വേറൊരു പാത്രത്തിലാണ് വെക്കുന്നത്. പൂർണ്ണമായിട്ട് ഈ പാത്രത്തിൽ തന്നെയാണ് വെക്കുന്നത്, ഈ ചീൻചട്ടി തന്നെയാണ് വെക്കുന്നത് അല്ലേ. ഈ ചെരുവത്തിലോട്ടാണ് നെയ്യ് ഊറ്റിക്കളഞ്ഞിട്ട് എടുത്തു വച്ചിരിക്കുന്നത്. ഇനി ചീൻചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മൂപ്പിച്ച് ഈ കുഴിഞ്ഞ ചീൻചട്ടിയിലുണ്ടായിരുന്ന നെയ്യ് പൂർണ്ണമായി മാറ്റി ചീൻചട്ടി കഴുകി അടുപ്പേ വെച്ച് വീണ്ടും ചൂടാക്കുന്നു. ചട്ടി ചൂടായി വരുന്നു. ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഗ്രേവി ആക്കുന്നതിന് വേണ്ടി ചട്ടി ചൂടായി വരുന്നു. 200 ml വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. നല്ല കട്ടി ഗ്രേവി വരുന്നതിന് വേണ്ടി ആദ്യം കുറച്ച് ഒഴിച്ചു, 100 ml ഒഴിച്ചു. ഇനി അത് നോക്കിയിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ ലേശം കൂടെ ഒഴിച്ചു കൊടുക്കും. വെളിച്ചെണ്ണ തിളച്ച് വരുന്നു. അതിലോട്ട് 1 സ്പൂൺ കടുകിടുന്നു. 1 സ്പൂൺ കടുകിടുന്നു. കടുക് പൊട്ടി വരുന്നു. അതിലോട്ട് 15 വെളുത്തുള്ളി നടുവേ പുറന്നത് ഇടുന്നു. ബൗൾ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് ഇടുന്നു കേട്ടോ. ഇഞ്ചി ഇടുന്നു. 4 ഇതൾ കരിവേപ്പില ഇടുന്നു കേട്ടോ.
ഗ്രേവി ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4 ഇതൾ കരിയാപ്പില കുറേശ്ശെ ഇടുന്നു. ഒരു 100 ml വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. 100 ml വെളിച്ചെണ്ണ നമുക്ക് മിച്ചം ഇരിക്കുന്നുണ്ട്. 100 ml മതി. ഇതിൻ്റെ പച്ചപ്പ് മാറി വരുന്നു. പച്ചപ്പ് മാറുന്നതിനും വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. 1/4 കിലോ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നു. ചെറിയ ഉള്ളി 1/4 കിലോ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത് ടേസ്റ്റിന് വേണ്ടിയാണ്. ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. സബോള ചേർക്കരുത്. ഇങ്ങനെ ചെറിയ ഉള്ളി വേണം. അച്ചായൻ്റെ സ്പെഷ്യലാണ്. അച്ചായൻ ചെറിയ ഉള്ളി ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അച്ചായൻ്റെ ചെറിയ ഉള്ളി ടേസ്റ്റ് സബോളയെ കഴിഞ്ഞ ടേസ്റ്റാണ് ചെറിയ ഉള്ളി ചേർക്കുന്നത്. അപ്പോൾ സബോള കഴിവതും ഒഴിവാക്കുക. അച്ചായൻ സ്റ്റൈൽ വെക്കണമെങ്കിൽ ഇതുപോലെ നമ്മുടെ അച്ചായൻ്റെ സ്റ്റൈൽ ചെറിയ ഉള്ളി 1/4 കിലോ ചെറുതായിട്ട് അരിഞ്ഞ് മൂപ്പിച്ചെടുക്കണം. അതങ്ങോട്ട് പച്ചപ്പൊക്കെ പോയി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങോട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചപ്പൊക്കെ അങ്ങ് പോകട്ടെ. നമ്മുടെ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇത് പെട്ടെന്ന് വാടുന്നതിന് ഒരു ചെറിയ അടപ്പുകൊണ്ട് അച്ചായൻ ചീൻചട്ടിക്കകത്തോട്ട് ഇങ്ങനെ വെക്കുന്നു. ഈ സമയം നമ്മൾ 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല എടുത്ത് ഈ ചെറിയ ബൗളിലോട്ട് ഇടുന്നു. ഇനി അടുത്തത് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഇതിനകത്ത് ബൗളിനകത്തോട്ട് ഇട്ട് ഗരം മസാല 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഈ ബൗളിനകത്തോട്ട് ഇടുന്നു. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിനകത്തോട്ട് ഇടുന്നു. ഇതിൽ ചെറു ചൂടുവെള്ളം ഒഴിച്ച് ഇത് ചെറുതായിട്ട് കലക്കുന്നു. ചൂടുവെള്ളം ഒഴിച്ച് ഈ പൊടിയെല്ലാം കൂടെ മിക്സ് ചെയ്ത് അച്ചായൻ പറഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. ഇത് അച്ചായൻ സ്റ്റൈലാണ്. അച്ചായൻ ചെറു ചൂടുവെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് മിക്സ് ചെയ്തിടുന്നു. ഇതിനകത്ത് ഉപ്പിടുമോ? ഇല്ലല്ലോ, ഇതിനകത്ത് ഉപ്പിടത്തില്ല. എന്തൊക്കെയാണ് അച്ചായൻ ഇതിനകത്ത് ഇട്ടത്? മീറ്റ് മസാല, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഇളക്കി വെച്ചിരിക്കുകയാണ്. ചെറിയ അടപ്പ് അച്ചാൻ പൊക്കി പെട്ടെന്ന് വേകുന്നതിന് വേണ്ടി മൂടി വെച്ചതാണ്. അതിലോട്ട് ഇളക്കി പരപ്പി ഇറക്കാവോ? ഒന്നുണ്ട ചെറിയ അടപ്പുകൊണ്ട് മൂടി വെച്ചുകൊണ്ട് അച്ചാൻ പറഞ്ഞ് പെട്ടെന്ന് നന്നായിട്ട് വാടിയിട്ടുണ്ട്. നന്നായിട്ട് പെട്ടെന്ന് മൊരിയുന്നതിന് വേണ്ടിയാണ് അച്ചാൻ അങ്ങനെ ചെറിയ അടപ്പിന് വെച്ചത്. കണ്ടോ അതുകൊണ്ട് അതനുസരിച്ച് വ്യത്യാസമുണ്ടല്ലേ അച്ഛാ? വളരെ പെട്ടെന്ന് തന്നെ വാടി. കണ്ടോ ഉള്ളി ഇഞ്ചി എല്ലാം വളരെ സ്പീഡിൽ വാടി കേട്ടോ. അച്ചാൻ്റെ ഓരോ ടെക്നിക്ക്. ഓക്കെ, ലേശവും കൂടെ മൂക്കടെന്ന് പറഞ്ഞാൽ അച്ഛൻ വീണ്ടും ആ ചെറിയ അടപ്പിന് മൂടി വെച്ച് പെട്ടെന്ന് ചെറിയ അടപ്പ് തുറക്കുന്നു. ഇപ്പോൾ പാകത്തിന് മൂത്തെന്നാണ് അച്ഛൻ പറഞ്ഞത്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചെറിയ ബൗളിനകത്ത് കലക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അച്ഛൻ നേരിട്ട് ഈ പൊടി ഇടുന്നില്ല. നേരിട്ട് പൊടി ഇടാതെ നിങ്ങൾ കണ്ടല്ലോ ബൗളിനകത്ത് കലക്കി അതിനകത്ത് കലക്കി ചേർത്ത ശേഷമാണ് അച്ഛൻ ഇതിനകത്തോട്ട് ഈ ഉള്ളി വാടിയതിനകത്തോട്ട് അരപ്പ് ചേർത്ത് അച്ഛൻ അരപ്പ് ചേർക്കുന്നു. മാന്ത്രിക വിദ്യകൾ കാണിക്കുന്നു. ഇത് അച്ചായൻ സ്റ്റൈലാണ്. ഇങ്ങനെ നിങ്ങളൊന്ന് വെച്ച് നോക്കൂ. ശരിക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി തിരുമ്മി ചേർക്കുന്നു. അരപ്പിൻ്റെ ആ പച്ചപ്പൊക്കെ പോയി നല്ല ടേസ്റ്റ് വരാൻ വേണ്ടിയാണ്. ആ ഉള്ളിയും ഒക്കെ ആയിട്ട് ശരിക്കും അങ്ങോട്ട് മിക്സ് ആകാൻ വേണ്ടിയാണ്. അരപ്പിന് നിങ്ങൾ ചേർക്കുമ്പോൾ ചൂടുവെള്ളത്തിൽ മാത്രം മിക്സ് ചെയ്യണം. ഒരിക്കലും പച്ചവെള്ളം എടുത്ത് മിക്സ് ചെയ്യരുത്. അത് കറിക്ക് ഒരു പച്ച ചവ് വരും. ചൂടുവെള്ളത്തിൽ മാത്രമേ ഉള്ളൂ അച്ചായൻ കാണിച്ച പോലെ ഈ അരപ്പ് മിക്സ് ചെയ്യാവുള്ളൂ. ഈ സമയത്ത് നമ്മുടെ തേങ്ങ വറുത്ത് അരച്ചത് ഈ അരപ്പിനകത്ത് ചേർത്ത് കൊടുക്കുന്നു. വെണ്ണ പോലെ അരച്ച് വെച്ചിരിക്കുന്ന ഇത് മിക്സി ഇട്ട് കൊടുത്തു. ചേർത്ത് കൊടുക്കുന്നു. മിക്സിക്കകത്ത് അങ്ങോട്ട് കുടഞ്ഞിട്ട് മിക്സിയുടെ ജാറിനകത്ത് നിന്ന് വെണ്ണ പോലെ വറുത്തരച്ച് വെച്ച തേങ്ങ ചേർക്കുന്നു. നമ്മൾ നേരത്തെ കാണിച്ചല്ലോ. വടിച്ച് പൂർണ്ണമായി നന്നായിട്ടിരുന്നു കേട്ടോ. മിക്സിയുടെ അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഫാനിൻ്റെ ഇടയിൽ നിന്നൊക്കെ ടൈലിൻ്റെ ഇടയിൽ നിന്നൊക്കെ വടിച്ച് അങ്ങോട്ട് ഇടണം. ഇനി മിക്സി ചെറുതായിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് ആ പാത്രത്തിൽ നിന്ന് കഴിയും കൂടെ ഒഴിക്കാം. ഇട്
മിക്സിയുടെ ജാറിനകത്തോട്ട് ആ ചൂടുവെള്ളം ഒഴിച്ച് ശരിക്കും മിക്സിയുടെ ജാറിലുള്ളതെല്ലാം കൂടെ ഒഴിക്കുന്നു, അരപ്പിനകത്തോട്ട് ഒഴിക്കുന്നു. ആ ജാറിനകത്ത് കുറച്ചുണ്ടായിരുന്നു, അത് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് ജാറിനകത്ത് അരച്ചിരിക്കുന്ന തേങ്ങ അരച്ചതെല്ലാം പൂർണ്ണമായിട്ട് കഴുകി അങ്ങോട്ട് അരപ്പിനകത്തോട്ട് ഒഴിച്ചു. എന്നിട്ട് ചൂടുവെള്ളം ഒഴിക്കാവുള്ളൂ കേട്ടോ. മിക്സിയുടെ ജാറിനകത്ത് നിന്ന് അതെടുക്കാനാണെങ്കിൽ ചെറു ചൂടുവെള്ളം ഒഴിക്കാവുള്ളൂ, പച്ചവെള്ളം ഒരു കാരണവശാലും നിങ്ങൾ ഒഴിക്കരുത്. ഓക്കെ, നന്നായിട്ട് അതിൻ്റെ പച്ചപ്പെല്ലാം മാറി വരണം, നമ്മുടെ ഈ അരപ്പിൻ്റെ പച്ചപ്പെല്ലാം കൂടെ മാറി വരണം. അതിനുശേഷമാണ് നമ്മൾ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാണ് ഇറച്ചി ഇട്ട് കൊടുക്കുന്നത്. ഇതിനകത്തോട്ട് കറിക്ക് വേണ്ടി ഉള്ള മസാലയാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. നല്ല കട്ട ഗ്രേവി, നല്ല ഗ്രേവിക്ക് വേണ്ടിയുള്ള മസാല റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അച്ചാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുന്നു. നമ്മുടെ അരപ്പ്, ഗ്രേവിക്കുള്ള അരപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇപ്പോൾ തന്നെ പോർക്ക് നെയ്യ് ഉരുക്കി വെച്ചിരിക്കുന്നത്, നന്നായിട്ട് വേവിച്ച് നെയ്യ് ഉരുക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. പോർക്ക് ഗ്രേവിക്കകത്തോട്ട് പോർക്കിട്ടു ഇളക്കുന്നു. പോർക്കിട്ട് നന്നായിട്ട് വെന്തിരിക്കുന്ന പോർക്കിട്ട് ഗ്രേവിക്കകത്തോട്ടിട്ട് ഇളക്കുന്നു. നന്നായിട്ട് അരപ്പ് മൂത്തിട്ട് വേണം ഇത് പോർക്ക് ഇടാൻ. നെയ്യ് ഊറ്റി വെച്ചിരിക്കുന്ന പോർക്കാണ്, ഞാൻ നേരത്തെ കാണിച്ചല്ലോ. ഇതെല്ലാം കൂടെ ഇറച്ചി കഷ്ണത്തായിട്ട് ഈ അരപ്പ് ശരിക്കും അങ്ങോട്ട് പിടിക്കണം. ശരിക്കും അങ്ങോട്ട് തിരുമ്മി അങ്ങോട്ട് ഇളക്കി 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 ഈ പോർക്കിൻ്റെ ഇറച്ചിയിലോട്ടും നെയ്യയിലോട്ടും അങ്ങോട്ട് നമ്മുടെ മസാലയും ഉപ്പും എല്ലാം കൂടെ അങ്ങോട്ട്, കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാത്തിൻ്റെ അങ്ങ് പിടിക്കണം. ഇറച്ചി കഷ്ണത്തിലോട്ടങ്ങ് പിടിച്ചങ്ങ് കയറണം. കുറച്ച് നേരം അവിടെ ഇരുന്ന് ശരിക്കങ്ങ് പിടിക്കട്ടെ. ഗ്രേവി നീട്ടുന്നതിന് വേണ്ടി 1 കപ്പ് വെള്ളം കൂടെ ഒഴിക്കുന്നു. 2 കപ്പ് ഗ്രേവി നീട്ടുന്നതിന് വേണ്ടി ചൂടുവെള്ളമാണ് ഒഴിച്ചത്. 1 കപ്പ് ചൂടുവെള്ളവും കൂടെ ഒഴിക്കുന്നു. ഗ്രേവിക്ക് ഇച്ചിരി കൂടെ നീട്ടുന്നതിന് വേണ്ടിയാണ് ഒഴിച്ചത്. ഇപ്പം നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. കറി റെഡി ആയിട്ടുണ്ട്. തിളച്ച് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് കറി. നമ്മുടെ പോർക്ക് കറി റെഡി. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഗ്രേവിക്ക് കട്ടി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിന് ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. ചൂടുവെള്ളം തന്നെ ഒഴിക്കണം, പച്ചവെള്ളം ഒരു കാരണവശാലും ഒഴിക്കരുത്. തിളപ്പിച്ച വെള്ളം. ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് തിളച്ച വെള്ളം വേണം ഒഴിക്കാൻ വേണ്ടി. നമ്മൾ ഗ്രേവി ഇച്ചിരി നീട്ടാൻ വേണ്ടി 1 കപ്പ് വെള്ളം ആഡ് ചെയ്തു. അതുപോലെ നല്ല അടിപൊളിയായിട്ടത് റെഡി ആയിട്ടുണ്ട്. ഇതാണ് അച്ചായൻ്റെ കോട്ടയം സ്റ്റൈൽ പോർക്ക് കറി. ഇത് പാത്രത്തിലാക്കി കാണിക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗളിനകത്താക്കി കാണിക്കാം.